ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. സംഭവമൊക്കെ നന്നായിട്ടുണ്ട് താത്ത, പക്ഷെ കറിയൊക്കെ നന്നായി വളമ്പിയത് കോളാമ്പിയിലായി വരില്ലേ? അതാണ് ഇപ്പൊ നിങ്ങളെ അവസ്ഥ. നിങ്ങൾ ഈ സാധനം ഇട്ടിട്ട് കുറെ തുള്ളി കളിച്ചിട്ടുണ്ടല്ലോ റോട്ടുമ്മ. അപ്പൊ അതൊന്നും പ്രശ്നമല്ല. വെറുതെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് എയറി പോണം അല്ലേ? ഇതിപ്പോ ഏത് ഫ്ലൈറ്റിലാ പോയത്? നല്ല ഉയരത്തിലേക്ക് പോയിക്കണം അല്ലേ? നിങ്ങൾ ആദ്യം എന്തെങ്കിലും ചെയ്തിരുന്നു എന്ന് ആദ്യം നോക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചാമ്പാൻ. കുട്ടികളാകുമ്പോൾ അതൊക്കെ ചെയ്യും. ഈ ഹിജാബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റങ്ങളുടെ പ്രായപ്പതാ. ഈ പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു വിചാരമുണ്ട്, പെൺകുട്ടികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ആ കുട്ടികൾക്ക് ചെയ്യുകയും ചെയ്യാം അല്ലേ? പക്ഷെ എല്ലാവരും അല്ല പറയുന്നത് കേട്ടോ. ഇങ്ങനെ അലമ്പ് കടിച്ച് നടക്കുന്ന പെൺകുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ ശ്രദ്ധിക്കാഞ്ഞിട്ടാ, വീട്ടുകാർ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അവർക്ക് നന്നാവും. പിന്നെ അവർക്ക് കിട്ടുന്ന കുറച്ച് സമയങ്ങൾ ഇവർ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആര് ഏത് ഗുണാഞ്ചന കിട്ടണമെന്നൊന്നും പറയാൻ പറ്റില്ല. അവറ്റകളെ ചിലപ്പോൾ അവറ്റകളെ ഫ്രീഡം അങ്ങ് പോയി പോകും. പിന്നെ അവർ ആ വീട്ടിൽ കരിയും പുകയും ഇതൊക്കെ പാടായിട്ട് നിൽക്കും. നിങ്ങൾ ഈ തുള്ളിക്ക് കളിക്കുന്നത് എന്താ? ഇതിപ്പോൾ എന്താ അവസ്ഥ? ഇത് നിങ്ങളെ പണ്ടത്തെ വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കൊണ്ട് നിങ്ങളാണ്ട് നന്നായി എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നാട് മൊത്തം നന്നാക്കണം എന്ന് പറഞ്ഞാൽ നടക്കൊന്നുമില്ല. നന്നാവണവർ നന്നാവും, നന്നാവാത്തോട്ട് ഇങ്ങനെയൊക്കെ തന്നെ പോവും. പിന്നെ നിങ്ങൾ നന്നായത് വല്ലാത്ത നന്നാവില്ല. ഇതൊരു മാതിരി കൂർക്കട മണി ചാക്ക് കെട്ടിയിട്ട് തച്ചിട്ട് നന്നാക്കിയ മാതിരിയായി അല്ലേ? എന്തായാലും നന്നായി, നല്ല പോയിക്കണു ഉയരത്തിലേക്ക് അല്ലേ? ആദ്യം നമ്മളെന്തൊക്കെയാ ചെയ്തിക്കണം നോക്കണം, അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവരെ നോക്കാൻ അല്ലേ? അങ്ങനെയല്ലേ? खत्म, बाय बाय, टाटा, गुड बाय, गया।